മുംബൈയിൽ എയർ ഇന്ത്യയുടെ വനിതാ പൈലറ്റ് ആത്മഹത്യ ചെയ്ത നിലയിൽ 25 വയസ്സുകാരെ സൃഷ്ടിയാണ് മരിച്ചത്. പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് ആദിത്യയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, ആത്മഹത്യക്ക് പിന്നാലെ ആൺ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണ്? വിശദാംശം. സുഹേൽ, ആത്മഹത്യ കാരണത്തെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായൊരു വ്യക്തതയില്ല. ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയിട്ടുമില്ല. ഏതായാലും സുഹൃത്തിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 ദിവസം മുമ്പാണ് മുംബൈയിലെ അന്ധേരിയിലെ മരോൾ നാക്കയിലെ ഫ്ളാറ്റിൽ വെച്ച് ഈ വനിതാ പൈലറ്റെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അവരുടെ ആൺസുഹൃത്ത് തന്നെയാണ് ആദ്യം മൃതദേഹം കാണുന്നത്. താൻ മരിക്കാൻ പോകുന്നു എന്ന് യുവതി ആൺസുഹൃത്തിനെ വിവരം വിളിച്ച് അറിയിക്കുകയായിരുന്നു. പിന്നീട് ദില്ലിയിലായിരുന്ന ഇയാൾ പിന്നീട് മുംബൈയിലെത്തി ചിലരുടെ സഹായത്തോടെ വാതിൽ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ ഈ യുവതിയെ കണ്ടെത്തുന്നത്. ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയില്ല. പക്ഷേ യുവതിയുടെ കുടുംബാംഗങ്ങൾ പോലീസിനെ സമീപിക്കുകയായിരുന്നു. ഈ ആൺ സുഹൃത്തിനെതിരെ അവർ പരാതിയും നൽകിയിട്ടുണ്ട്. പല ഘട്ടത്തിലും ഈ പെൺകുട്ടിയെ പൊതു ഇടത്ത് വെച്ച് ഇയാൾ അപമാനിച്ചിട്ടുണ്ട് എന്നതാണ് കുടുംബം പറയുന്നത്. ഭക്ഷണശീലവുമായി ബന്ധപ്പെട്ട് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നതിനെതിരെ ഇയാൾ പെൺകുട്ടിയെ ആ ഭക്ഷണശീലം മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ പേരിൽ പോലും പലപ്പോഴും തർക്കങ്ങളൊക്കെ പൊതു ഇടത്തിൽ പോലും ഉണ്ടായി എന്നതൊക്കെയാണ് ഈ പരാതിയിൽ, ബന്ധുക്കളുടെ പരാതിയിൽ പറയുന്നത്. ഉത്തർപ്രദേശുകാരിയാണ് ഈ മരിച്ച സൃഷ്ടി തൂലി. കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസിന്റെ പരിശീലനത്തിനിടെയാണ് ഈ ഇരുവരും തമ്മിൽ പരിചയപ്പെടുന്നത്. പിന്നീട് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് മുംബൈയിലേക്ക് താമസം മാറുകയും ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ സുഹൃത്തിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് എന്നതാണ് അറിയാൻ കഴിയുന്നത്. സുഹേൽ, ഇരുവരും വിയോജിപ്പുകൾ ഏറെയായിരുന്നു ഇരുവരും തമ്മിൽ. ഇപ്പോൾ വനിതാ പൈലറ്റ് ആത്മഹത്യ ചെയ്തെന്ന വാർത്ത വരുന്നു. ആത്മഹത്യ കാരണം വ്യക്തമല്ല. ആൺ സുഹൃത്ത് കസ്റ്റഡിയിലുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് വാർത്തയുടെ വിശദാംശം നൽകിയത്.